ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പാപ്പ കോളിഫ്ലവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാപ്പ തക്കാളിയും ഒക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കിട്ടിയതൊക്കെ നമുക്ക് ലാഭമായിട്ട് നമുക്ക് കോളിഫ്ലവർ പൊരിച്ചതുണ്ടാക്കാം. അപ്പം നമ്മളെന്തായാലും വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവർ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇത് ഓവർ വെന്ത് പോവാത്ത രീതിയിൽ വേണം അത് എടുക്കാൻ, അതായത് ഓവർ വെന്ത് പോകരുത്, എന്നാൽ വേവ് കുറവും ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മുളക് പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ നമ്മൾ ഇഞ്ചിയും ഗരം മസാല, മല്ലിപ്പൊടി അങ്ങനെ എന്തൊക്കെയോ ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ സുർക്ക, സോയാ സോസും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കാം. അതിനുശേഷം അരിപ്പൊടി ഇടുക, പിന്നെ നമ്മൾ കോൺഫ്ലവറും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അരിപ്പൊടി ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവർ നമ്മളെ ആ മസാലയ്ക്ക് നന്നായിട്ട് പുരട്ടി ഇങ്ങോട്ട് എടുക്കുക. പക്ഷേ എങ്കിൽ പുരട്ടി എടുക്കുമ്പോൾ നമ്മൾ ഉടയാത്ത രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല മുറുമുറാകെ നിൽക്കുന്ന നമ്മൾ കോളിഫ്ലവർ എടുക്കുക. അടിപൊളിയായ എല്ലാവരും ട്രൈ. ബൈ.